Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗിവുകൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവുകളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഗിവുകളിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 6 Proയുടെ ഗെയിമിംഗ് റിവ്യൂ ആണ്. Realme 6 Proയിൽ Snapdragon 720G ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഗെയിം കളിച്ചു നോക്കാൻ പോകുന്നത് 6GB റാം മോഡലിലാണ്. നമുക്ക് 8GB റാം വേരിയന്റ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് Pubg ആണ്. Pubg ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് Realme 6 Proയിൽ എത്രയാണെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് Callofduty, Asphalt9, Pess2020 എന്ന ഗെയിമുകൾ കൂടിയാണ്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ടോ, നല്ലൊരു ഗെയിമിംഗ് ഫോണാണോ എന്ന കാര്യങ്ങളൊക്കെ ഈ ഗെയിമിംഗ് വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഗെയിമിംഗിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 71%, ടെമ്പറേച്ചർ 26.9 ഡിഗ്രി. നമുക്ക് Pubg Realme 6 Proയിൽ ഹൈ ഫ്രെയിം റേറ്റ് HD ഗ്രാഫിക്സ് റേറ്റിലാണ് മാക്സിമം കളിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. HDR ഓപ്ഷനും അതുപോലെ തന്നെ അൾട്രാ ഫ്രെയിം റേറ്റ് ഓപ്ഷനും നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സെറ്റിംഗ്സ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമുക്ക് ഈവൻ Realme 6-ലാണെങ്കിലും അതല്ലെങ്കിൽ സാംസങ് M31-ലാണെങ്കിലും നമുക്ക് HDR ഗ്രാഫിക്സും അൾട്രാ ഫ്രെയിം റേറ്റിലും കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു ഓപ്ഷൻ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഇപ്പോൾ ആ രണ്ട് ഫോണിൻ്റെ ആണെങ്കിലും ഈ ഫോണിൻ്റെ ആണെങ്കിലും സെയിം തന്നെയാണ്, HD ആൻഡ് ഹൈ ഫ്രെയിം റേറ്റ് ഇത് രണ്ട് തന്നെയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളിനി ഗെയിമിലോട്ട് പോവാണ്. നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് 6GB റാം വേരിയൻറ്റിലാണ്. Realme 6 Proയിൽ ചിപ്സെറ്റ് വരുന്നത് Snapdragon 720G ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കാം. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് Realme 6 Proയിൽ Pubg കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് മാത്രമാണ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കാണുന്നുള്ളൂ. വളരെ ഭംഗിയായിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഗെയിം സെറ്റിങ്സിലാണ്, ഒരു ടോപ്പ് സെറ്റിങ്സിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ആണെങ്കിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സൗണ്ട് ക്വാളിറ്റി, നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് കുത്തി കേൾക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നോർമലി അതിൻ്റെ സ്പീക്കർ, അതായത് ഫോണിൻ്റെ സ്പീക്കറിൽ നമ്മൾ ഗെയിമിംഗ് ഓഡിയോ കേൾക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഒരു ഫാക്ടർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി വരുന്ന ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ഹീറ്റിംഗ് ഇഷ്യൂ നമുക്കിപ്പോൾ ഹീറ്റൊന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് കുറച്ച് നേരം കളിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ലെവലും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നുമില്ല, അതായത് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഫ്രെയിം ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 65%, ടെമ്പറേച്ചർ 37.2 ഡിഗ്രിയാണ്. നമുക്കൊരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ എന്നല്ല, പക്ഷെ എന്നിരുന്നാലും ചെറിയ രീതിയിൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷെ അതൊരു പ്ലസ് ആയിട്ടും പറയാനായിട്ട് പറ്റില്ല, നെഗറ്റീവായിട്ടും പറയാനും പറ്റില്ല. കാരണം നോർമലി ഈ ഒരു റേഞ്ചിൽ ഫോണുകൾ ചൂടാകുന്നതാണ്. അതായത് ഒരു 3942 വരെ ഒക്കെ ചില ഫോണുകൾ ചൂടാവുന്നതാണ്. ഇവിടെ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് പറയാനായിട്ടില്ല. എന്നാൽ ഒരു പോസിറ്റീവായിട്ടും ഒരുപാട് പറയാനൊന്നുമില്ല. അപ്പോൾ അത്തരം രീതിയിലുള്ള ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കളിച്ച് നോക്കാൻ പോകുന്നത് Callofduty എന്ന ഗെയിമാണ്. Callofduty നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ Realme 6 Proയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് Realme 6 Proയിൽ Callofduty കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല.
അതുപോലെ തന്നെ നല്ലൊരു ഗ്രാഫിക്സ് ലെവലിൽ നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നേരം ഗെയിം കളിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 62%, ടെമ്പറേച്ചർ 32.9 ഡിഗ്രിയാണ്. അപ്പോൾ പിന്നീട് ആ ഒരു ഹീറ്റിംഗ് അത്ര ടെമ്പറേച്ചറിലേക്കൊന്നും വരുന്നില്ല. പബ്ജി കളിച്ചപ്പോഴാണ് പീക്കായിട്ട് ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് ഫോണൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് Asphalt9 എന്ന ഗെയിമാണ്. Asphalt9 എത്ര ഭംഗിയായിട്ട് നമുക്ക് Realme 6 Pro കളിക്കാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. നമുക്ക് നല്ല ഗ്രാഫിക്സ് ലെവലിൽ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് Asphalt9 Realme 6 Proയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ അവസാനമായിട്ട് കളിച്ചു നോക്കാൻ പോകുന്നത് Pess2020 എന്ന ഗെയിമാണ്. Pess2020 നല്ല ഗ്രാഫിക്സ് ലെവലിൽ കാര്യമായ ഫോൺ ഡ്രോപ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് Realme 6 Proയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ് Realme 6 Pro. കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന 2-3 ഫോണുകൾ കൂടി ഉണ്ട് അടുത്ത് തന്നെ. റെഡ്മിയുടെ 9 Pro Max, അതുപോലെ തന്നെ Note 9 Pro എന്നീ ഫോണുകളും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോണുകളുടെ പെർഫോമൻസ് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്നാലാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല ഗെയിമിംഗ് ഫോൺ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കുറച്ചും കൂടി നേരം ഗെയിം കളിച്ചപ്പോൾ 61% ആണ് ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ, ടെമ്പറേച്ചർ 34 ഡിഗ്രിയാണ്. അപ്പോൾ പബ്ജി കളിച്ചപ്പോൾ ഉള്ള ആ ഒരു പീക്ക് ലെവൽ ഓഫ് ടെമ്പറേച്ചർ പിന്നീട് നമ്മൾ കണ്ടില്ല. ആ ഒരു ടൈമിൽ മാത്രമാണ് ആ ഒരു ടെമ്പറേച്ചർ കണ്ടത്. പക്ഷേ നമ്മൾ Realme 6ൽ Helio G92 പ്രോസസ്സറായിരുന്നു. അവിടെ നമുക്ക് ഇതിനേക്കാളും ഹീറ്റിംഗ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് Realme 6 Proയിൽ ഗെയിമിംഗ് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് Realme 6 Pro. നമുക്ക് കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഗെയിമൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഹീറ്റിംഗ് ആണ് ചെറുതായിട്ടെങ്കിലും നമുക്ക് പറയാനുള്ളൊരു ഫാക്ടർ. അതൊരു വലിയ നെഗറ്റീവ് ഒന്നല്ല. കാരണം പബ്ജി കളിക്കുമ്പോൾ മാത്രമാണ് മാക്സിമം ടെമ്പറേച്ചറിൽ വന്നത്. അതും ഒരു 39 എത്തിയില്ല, 38 വരെ എത്തിയത്. അപ്പോൾ തീർച്ചയായും ആ ഒരു ടെമ്പറേച്ചർ ലെവൽ മാത്രമാണ് വന്നത്. ബാക്കിയുള്ള ഗെയിമുകൾ കളിച്ചപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമ്മൾ കാണുന്നില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പബ്ജി കളിക്കുമ്പോൾ മാത്രമാണ് ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളൂ. ബാക്കി സമയത്തൊന്നും ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ട്. നല്ല ഗ്രാഫിക്സ് റേറ്റിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. വരാനിരിക്കുന്ന റെഡ്മി Note 9 Pro ആണെങ്കിലും Pro Max ആണെങ്കിലും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസൊക്കെ നോക്കിയതിന് ശേഷം ഈ മാസത്തെ ഏറ്റവും നല്ല ഗെയിമിംഗ് ഫോൺ Realme 6 Pro ആകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗെയിമുകൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.